എല്ലാവർക്കും നല്ല നമസ്കാരം. എൻ്റെ ഈ പറയുക നിൽക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ചാലക്കുടി ക്രിമിറ്റോറിയത്തിൻ്റെ അകത്തളങ്ങളാണ് നിൽക്കുന്നത്. നമ്മുടെ ഉണ്ണിയേട്ടൻ, അതുപോലെ തന്നെ കുമാരേട്ടൻ ഉൾപ്പെടെ ചന്ദ്രേട്ടൻ ക്രിമിറ്റോറിയം ഇവിടെ രൂപീകരിക്കുന്നതിന് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു ആക്ഷൻ കൗൺസിൽ പണ്ടുണ്ടായിരുന്നു. ആ ആക്ഷൻ കൗൺസിലുമായി ബന്ധപ്പെട്ട് അതിൻ്റെ മുന്നിൽ നിന്ന് പ്രവർത്തിച്ച് ഈ ക്രിമിറ്റോറിയം നേടിയെടുക്കുന്നതിന് വേണ്ടി അക്ഷീണം പ്രവർത്തിച്ച NSS, SNDP തുടങ്ങിയ സംഘടനകളുടെ ഭാരവാഹികൾ ഉൾപ്പെടുന്ന ആളുകളാണ് നിൽക്കുന്നത്. എന്തിനാണ് ഇവരിപ്പോൾ ഈ ക്രിമിറ്റോറിയത്തിൻ്റെ അകത്തളങ്ങളിൽ നിൽക്കണമെന്നുള്ളതറിയോ? ഇന്നത്തെ കാലാവസ്ഥ വലിയ മഴ പെയ്യാനായിട്ടുള്ള തയ്യാറെടുപ്പിലാണ് നിൽക്കുന്നത്. പക്ഷേ മഴയെയും കാറ്റിനെയും ഒന്നും ഭയക്കാതെ ഈ ക്രിമിറ്റോറിയത്തിന് വേണ്ടി ഇതിവിടെ വരുന്നതിന് വേണ്ടി യത്നിച്ച ആക്ഷൻ കൗൺസിൽ ഇവിടെ വലിയ പ്രതിഷേധം സംഘടിപ്പിക്കാൻ വേണ്ടി എത്തിച്ചേരുകയാണ്. പ്രിയപ്പെട്ടവരെ, ചാലക്കുടി പട്ടണം എന്ന് പറഞ്ഞാൽ, ചാലക്കുടി ദേശമെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ മതമൈത്രിയാണ്, മാനവികതയാണ്. ഇത് രണ്ടുമാണ് ഈ ചാലക്കുടിയെ ചാലക്കുടിയാക്കുന്നത്. ഏത് ആഘോഷങ്ങൾ വന്നാലും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സന്ദേശങ്ങൾ കൈമാറിയും കൈകോർത്തും ഇണപിരിയാത്ത വലിയ മാനവികതയുടെ വലിയ സന്ദേശം പകർന്നു നൽകുന്നവരാണ് ചാലക്കുടിക്കാർ. അങ്ങനെയുള്ള ചാലക്കുടിക്കാരുടെ മതമൈത്രിക്കുമേൽ നിഴൽ വീഴ്ത്തുന്നതാരാണ് എന്നുള്ളൊരു ചോദ്യമാണ് ഞാൻ ആദ്യമേ ചോദിക്കുന്നത്. ഇതാ ഈ ക്രിമിറ്റോറിയം, ഈ ചാലക്കുടി നിയോജക മണ്ഡലത്തിലെ ഹൈന്ദവ വിശ്വാസികൾ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന ഈ ക്രിമിറ്റോറിയം ഏതാനും ദിവസങ്ങളായി ഇതിൻ്റെ പുകക്കുഴൽ ഒടിഞ്ഞതിൻ്റെ ഫലമായി അടച്ചിട്ടിരിക്കുകയാണ്. ഇന്നും ഇന്നലെയും അതിക്ക് മുന്നുള്ള ദിവസങ്ങളിലുമൊക്കെ ആയിട്ട് ധാരാളം പേർ മരണപ്പെടുമ്പോൾ ഈ ഹൈന്ദവ മതവിശ്വാസികൾ പലപ്പോഴും ദൂരദിക്കുകളിലേക്ക് ഈ മരണാനന്ത ക്രിയകൾ നടത്തുന്നതിന് വേണ്ടി പോകുന്ന വളരെ ദുഃഖകരമായൊരു സ്ഥിതിയാണുള്ളത്. എങ്ങനെയാണ് ഇതിൻ്റെ പുകക്കുഴൽ ഒടിഞ്ഞു വീണത്? ഇത് ഒരു സുപ്രഭാതത്തിൽ ഒടിഞ്ഞു വീണതല്ല ഇതിൻ്റെ പുകക്കുഴൽ. ഇതിൻ്റെ സാങ്കേതിക തകരാറുകൾ പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഈ ആക്ഷൻ കൗൺസിൽ ഉൾപ്പെടെയുള്ള ആളുകളും അതുപോലെ തന്നെ ഇവിടുത്തെ കൗൺസിലർമാരും ഇത് സൂക്ഷിക്കുന്ന വ്യക്തി ഉൾപ്പെടെ ഇതിൻ്റെ സൂക്ഷിപ്പുകാരൻ, ഈ ക്രിമിറ്റോറിയത്തിൻ്റെ സൂക്ഷിപ്പുകാരൻ ഉൾപ്പെടെയുള്ള ആളുകൾ കൃത്യമായിട്ട് തന്നെ അധികാരികൾ അറിയിച്ചിരുന്നു. എന്നിട്ടും എന്തേ ഒരു ഇടപെടൽ നടത്താതിരുന്നത് എന്നുള്ളൊരു ചോദ്യമാണ് ചോദിക്കുന്നത്. തുരുമ്പിച്ച് വീഴാറായി നിൽക്കുന്ന ഇതിൻ്റെ പുകക്കുഴലിൻ്റെ അവസ്ഥ നേരിട്ട് ബോധ്യപ്പെടുത്തിയിട്ടും യാതൊന്നും ചെയ്യാതെ എൻ്റെ കസേര പോലെ തന്നെ തുരുമ്പ് പിടിച്ച ഈ പറയുന്ന ഈ പുകക്കുഴൽ ഒടിഞ്ഞു വീഴട്ടെ എന്ന് കരുതിയിരുന്ന കസേരനാഥൻ്റെ അനാസ്ഥ മൂലം ഇപ്പോൾ ചാലക്കുടിയിലെ ഹൈന്ദവ മതവിശ്വാസികൾ വളരെ ദുഃഖകരമായ സാഹചര്യത്തിലേക്ക് പോവുകയാണ്. ഇന്ന് ഈ ആക്ഷൻ കൗൺസിലിൻ്റെ നേതൃത്വത്തിൽ ചാലക്കുടിയിലെ NSS, SNDP തുടങ്ങിയ സംഘടനകളുടെ ഭാരവാഹികൾ അതിശക്തമായ ഒരു പ്രതിഷേധത്തിനൊരുങ്ങുകയാണ്. അവർ പറയുന്നത് തീർച്ചയായിട്ടും ഇത് ഇനി അടുത്ത കാലത്തെങ്ങും ഇതിൻ്റെ പുകക്കുഴൽ ശരിയാക്കാനായിട്ടുള്ള ഉദ്ദേശമുണ്ടാവില്ല. അങ്ങനെ തന്നെയാണ് ഇതിൻ്റെ നടപടിക്രമങ്ങൾ പോകുന്നത്. യാതൊരുവിധ ഇടപെടലുകളും ഇല്ലാതെ ഒരു ഷോ വർക്ക് പരിപാടിയായിട്ട് കസേര മനുഷ്യൻ എന്ന് പറയുന്ന അധികാരി ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ അവർ കൃത്യമായ ഒരു കാര്യം പറഞ്ഞിരിക്കുകയാണ്. ഇത് ശരിയാകുന്നതുവരെ മരണാനന്തര ക്രിയകൾ നടത്തുന്നതിന് വേണ്ട സാഹചര്യം നഗരസഭയുടെ നേതൃത്വത്തിൽ ഇവിടെ നടപ്പിലാക്കണമെന്നുള്ള വലിയ ആവശ്യമാണ് ഈ ആക്ഷൻ കൗൺസിൽ ഉന്നയിച്ചിട്ടുള്ളത്. ഇതൊരു നഷ്ടത്തിൽ പോകുന്ന ഒരു സംഭവമല്ല ഇത്. ഇവിടെയുള്ള ചാലക്കുടിക്കാരായ ആളുകൾക്ക് 1250 രൂപയും പുറമെയുള്ളവർക്ക് 3500 രൂപയുമാണ് ഇവിടെ മരണാനന്തര ക്രിയകൾക്ക് ഈടാക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ചെലവുകൾക്ക് വരുന്ന തുകകളും മറ്റു കാര്യങ്ങളെല്ലാം തന്നെ കൃത്യമായി കിട്ടുന്നുണ്ട്. എന്നിട്ടും ഇതിന് കൃത്യമായി പുകക്കുഴൽ വീഴാൻ പോകുന്നതെന്ന് റിപ്പോർട്ട് കിട്ടിയിരുന്നു. അനങ്ങാപ്പാറ നയം സ്വീകരിച്ച് ഇതൊടിഞ്ഞു വീഴുന്നത് വരെ കാത്തിരുന്ന് ഈ ചാലക്കുടിയിലെ ഹൈന്ദവ മതവിശ്വാസികളെ ദുരിതത്തിലേക്ക് തള്ളിവിട്ടവർക്കെതിരെ ശക്തമായ പ്രതിഷേധവുമായിട്ടാണ് ആക്ഷൻ കൗൺസിൽ ഇപ്പോൾ ഈ ക്രിമിറ്റോറിയത്തിലേക്ക് വന്നിട്ടുള്ളത്. അവഗണന വേണ്ട, അവഗണന വേണ്ട, ക്രിമിറ്റോറിയത്തിനോട് അവഗണന വേണ്ട. വേഗം വേഗം പണിയുക, വേഗം വേഗം പണിയുക, വേഗം ക്രിമിറ്റോറിയം അത്യാവശ്യം. ആക്ഷൻ കൗൺസിൽ സിന്ദാബാദ്, ആക്ഷൻ കൗൺസിൽ സിന്ദാബാദ്, ആക്ഷൻ കൗൺസിൽ സിന്ദാബാദ്, ആക്ഷൻ കൗൺസിൽ സിന്ദാബാദ്. അധികാരികൾ നീതി പാലിക്കുക, അധികാരികൾ നീതി പാലിക്കുക, അധികാരികൾ നീതി പാലിക്കുക, അധികാരികൾ നീതി പാലിക്കുക. ക്രിമിറ്റോറിയം എത്രയും പെട്ടെന്ന് ശരിയാക്കുക, ക്രിമിറ്റോറിയം എത്രയും പെട്ടെന്ന് ശരിയാക്കുക. ആക്ഷൻ കൗൺസിൽ സിന്ദാബാദ്, ആക്ഷൻ കൗൺസിൽ സിന്ദാബാദ്, ആക്ഷൻ കൗൺസിൽ സിന്ദാബാദ്, ആക്ഷൻ കൗൺസിൽ സിന്ദാബാദ്. 2010 ആരംഭിച്ചാണ് നമ്മുടെ ഈ ക്രിമിറ്റോറിയം. അതിനൊട്ടനവധി കാരണങ്ങളുണ്ടെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ചാലക്കുടിയിൽ ഒരു ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ച് ചാലക്കുടിയിലെ തിങ്ങിപ്പാർക്കുന്ന ഈ ചാലക്കുടി നിയോജക മണ്ഡലത്തിലെ ജനങ്ങൾ 2 സെൻറ്റിലും 3 സെൻറ്റിലും ഒക്കെ തൻ്റെ ഉറ്റവരുടെ, അച്ഛൻ്റെ, അമ്മയുടെ, സഹോദരങ്ങളുടെ ഒക്കെ മൃതദേഹം സംസ്കരിക്കേണ്ട ഒരു ഗതികേടിൽ ചാലക്കുടിയുടെ ജനങ്ങളുടെ ആവശ്യത്തിന് വേണ്ടി ഒരു ആക്ഷൻ കൗൺസിൽ ഉണ്ടാക്കി ശക്തമായ സമരപരിപാടികൾ ഉണ്ടായതിൻ്റെ അടിസ്ഥാനത്തിലാണ്
ഈ ക്രിമിറ്റോറിയം ഇവിടെ സ്ഥാപിതമായത്. ഈ ക്രിമിറ്റോറിയം ഞങ്ങളെല്ലാവരും അത് നന്നായി പോകുന്നതിന് വേണ്ടിയിട്ട് എന്നും ഇടപെട്ടുകൊണ്ടാണ് നമ്മുടെ ക്രിമിറ്റോറിയം മുന്നോട്ട് പോയത്. 2010 ഇതിവിടെ സ്ഥാപിക്കുമ്പോൾ ഒരു ചേംബറാണ് ഉണ്ടായിരുന്നത്. പിന്നീട് KP ധനപാലൻ അവർ MP ആയിരിക്കുന്ന സമയത്ത് നിരന്തരമായ നമ്മുടെ ആവശ്യപ്രകാരമാണ് രണ്ടാമത്തെ ചേംബർ തന്നത്. പിന്നീട് നമുക്കറിയാം ഇവിടെ മൂന്നാമത്തെ ചേംബർ വന്നു. പക്ഷേ അടിസ്ഥാനപരമായ കാര്യങ്ങൾക്ക് മാറ്റം ഇല്ലാതിരുന്നതിൻ്റെ ഭവിഷ്യത്താണെന്ന് നമ്മൾ അനുഭവിക്കുന്നത്. കാരണം 3 ചേംബറിനും കൂടി അന്നുണ്ടായിരുന്ന ആ ഒരു പുകക്കുഴലിലേക്കാണ് ഇതിൻ്റെ കണക്ഷൻ കൊടുത്തത്. പലപ്പോഴും ഇതിൻ്റെ ദയനീയാവസ്ഥ ഉത്തരവാദിത്തപ്പെട്ടവരെ നമ്മൾ അറിയിച്ചിട്ടും ആ ഒരു അലംഭാവം കൊണ്ടാണ് ഇന്ന് ഈ ഗതികേട് ചാലക്കുടിക്ക് ഉണ്ടായിട്ടുള്ളത്. ഇത് മനസ്സിലാക്കണം. ഇന്ന് ചാലക്കുടിയിൽ നമ്മുടെ ഈ പരിസര പ്രദേശങ്ങളിൽ 4 മരണം നടന്നിട്ടുണ്ട്. അതെല്ലാം തന്നെ ആ ചെറിയ സ്ഥലങ്ങളിൽ സംസ്കരിക്കേണ്ട ഒരു ഗതികേട് കഴിഞ്ഞ് ആ വീട്ടുകാർ മാറിയിരിക്കുകയാണ്. ഇവിടെ ക്രിമിറ്റോറിയം വർക്ക് ചെയ്യുന്നതുവരെ താൽക്കാലികമായി ഇവിടെ മൃതശരീരങ്ങൾ സംസ്കരിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ അധികാരികൾ സ്വീകരിക്കണമെന്ന് ഞങ്ങൾ അറിയിക്കുകയാണ്. ഇതൊരു സൂചനയാണ്. അടിയന്തരമായി പരിഹരിച്ചില്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയുടെ അവിടേക്ക് ആയിരക്കണക്കിന് ആളുകളെ നിരത്തിക്കൊണ്ട് സമരപരിപാടികൾക്ക് ഞങ്ങൾ നിർബന്ധിതരാകും എന്ന് സൂചിപ്പിക്കുവാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. NSSഉം SNDPയും സംയുക്തമായി മറ്റ് സംഘടനകളെല്ലാം കൂട്ടിച്ചേർത്ത് ഒരു കൊല്ലം ഞങ്ങൾ സമരം ചെയ്തപ്പോഴാണ് ഈ തോതിൽ ഒരു ക്രിമിറ്റോറിയം വന്നത്. അന്ന് തോതിൽ പറയുന്നതാണ് ഇതിന് 3 പുകക്കുഴൽ വേണം സെപ്പറേറ്റായി. അതെല്ലാം ഒന്ന് മതി എന്ന് പറഞ്ഞ് കഴിഞ്ഞ 2 മാസം മുമ്പ് വരെ മുന്നിട്ട് ഞങ്ങളെല്ലാവരും കൂടെ വന്ന് ഈ ഇവിടുത്തെ അനുശോചന വളരെയധികം മോശമായ അവസ്ഥയെ ഞങ്ങൾ ധരിപ്പിച്ചതാണ്. അപ്പോൾ ഇപ്പോൾ ശരിയാക്കാം എന്ന് പറഞ്ഞതല്ലാതെ ഒരു ആക്ഷൻ ഉണ്ടായില്ല. മുനിസിപ്പാലിറ്റി വിചാരിക്കരുത്, യമനോട് വിളിച്ചു പറയാം, ഇപ്പം ആരും മരിക്കരുത്, ഇത് ശരിയായിട്ടേ മരിക്കാൻ പാടുള്ളൂ എന്നാണ് മുനിസിപ്പാലിറ്റി വിചാരിക്കുന്നത്. എത്രയും പെട്ടെന്ന് അതിനുള്ള ഒരു സംവിധാനം ഇത് പണിയുന്നതുവരെ ഒരു സംവിധാനം ഒരുക്കുവാനായിട്ട് മുനിസിപ്പാലിറ്റി തയ്യാറാവണം. തയ്യാറായില്ലെങ്കിൽ അടുത്ത വരുന്ന ദിവസങ്ങളിൽ ഞങ്ങൾ ഗംഭീര സമരത്തോടുകൂടി മുനിസിപ്പാലിറ്റിയിൽ വന്നിരിക്കുകയും ഞങ്ങൾ ഇത് ചെയ്ത് തീർക്കുന്നത് വരെ അവിടെ സമരത്തിലിരിക്കുമെന്നുള്ളത് മുനിസിപ്പൽ കൗൺസിലിനോട് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. ക്രിമിറ്റോറിയത്തിന് ആവശ്യമായിട്ടുള്ള മെയിൻ്റനൻസ് നടക്കാത്തതിൻ്റെ ഒരു ഫലമാണ് ഇതിൻ്റെ ദുരന്തം. ദിവസങ്ങൾ കഴിഞ്ഞു, ആഴ്ചകളായി, ഇതുവരെ അതിനൊരു സത്ര നടപടി നമ്മളുടെ ഭരണാധികാരിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. നമ്മുടെ ആവശ്യം എന്താണെന്നുണ്ടെങ്കിൽ 3 ചേംബറിനും 3 കുഴൽ തന്നെ വേണം. മറ്റ് ഒരു ചേംബർ ഏതെങ്കിലും കാരണവശാൽ കേടുവന്നാൽ ഉപയോഗിക്കാൻ പറ്റാത്ത ബാക്കി 2 ചേംബറും ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയ്ക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് 3 ചേംബറിനും 3 കുഴൽ വച്ചുകൊണ്ട് തന്നെ ഇത് മുന്നോട്ട് പോകണം എന്നാണ് ഞങ്ങളുടെ ആവശ്യം. ബ്ലോവറൊക്കെ തുരുമ്പെടുത്ത് പോയി കഴിഞ്ഞിരിക്കുക. സ്റ്റീലിൻ്റെ നല്ല അത്യാധുനികമായിട്ടുള്ള ബ്ലോവറുകൾ ഫിറ്റ് ചെയ്യണം. അത് ഫിറ്റ് ചെയ്തുകൊണ്ടാണ് ഈ കാണുന്ന കരിയും പുകയൊക്കെ ഈ പ്രദർശനങ്ങളിലുണ്ട്. ഞാൻ കഴിഞ്ഞ ഒരു കാര്യങ്ങളിൽ സൂചിപ്പിക്കുകയുണ്ടായി. ഇവിടെയൊക്കെ ടൈലൊട്ടിക്കാം. ഞങ്ങളുടെ എല്ലാവരും സഹകരണം അതിനൊക്കെ ഉണ്ടാവും. കാരണം ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് അന്തസ്സോടുകൂടി സംസാരിക്കുക എന്നുള്ളത് നമ്മുടെ ഒരു സംസ്കാരമാണ്. അദ്ദേഹത്തിനെ മാന്യമായ രീതിയിൽ ആ ചടങ്ങുകൾ നടത്തി തിരിച്ചയക്കുക എന്നുള്ളത് നമ്മുടെ സമൂഹത്തിൻ്റെ ആവശ്യമായ പ്രധാനപ്പെട്ട ചടങ്ങുകളിലൊന്നാണ്. അപ്പോൾ ഈ ക്രിമിറ്റോറിയത്തിനെ എല്ലാ കാലത്തും ഒരു അവഗണനയോടുകൂടി കാണുന്നത് ശരിയായ നടപടിയല്ല. ഇത് ശരിയല്ലാന്നുണ്ടെങ്കിൽ പുക വലിച്ചു പോവില്ല. ഇതിൻ്റെ ഒരു സിസ്റ്റം എന്ന് വെച്ചാൽ ഇത് പുക വലിച്ചെടുത്ത് ഇതിലെ വെള്ളത്തിൽ വന്ന് കലങ്ങി ശുദ്ധമായ വായുവാണ് ഇതിൻ്റെ പുറത്തേക്ക് പോകണം. അതാണ് ഇതിൻ്റെ ഒരു ഇത് ബ്ലോവർ വർക്ക് ചെയ്യുന്നതിന് കഴിഞ്ഞില്ലേ. ഏത് വെച്ചുകൂട്ടിക്കറിയാത്തത് ഇതൊരു അനാസ്ഥയാണ്. അനാസ്ഥ മാറണം.